പശ്ചിമേഷ്യയിൽ തീ ആളിക്കത്തുകയാണ്. യുദ്ധം അതിഗുരുതരാവസ്ഥയിൽ പോവുകയാണ്. UAE-യിലേക്ക് ഇറാന്റെ ആക്രമണം നടക്കുന്നു. ഒരു ഇന്ത്യൻ നാവികൻ കൂടി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ റഷ്യയുടെ രഹസ്യ യുദ്ധവിമാനം ടെഹ്റാനിലേക്ക് എത്തിയിട്ടുണ്ട്. അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ തന്നെയാണ് ഇരു രാജ്യങ്ങളും ഈ ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് വലിയ ഗുരുതര അവസ്ഥയിലാണ് ഇപ്പോൾ പശ്ചിമേഷ്യ ഉള്ളത്. മൂന്നാം ദിവസം ആകുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇത് പശ്ചിമേഷ്യ വല്ലാതെ ഭീതിയിലാക്കുന്നു. അങ്ങനെ ആർക്കും തന്നെ ഈ ഒരു യുദ്ധം ഒന്ന് പിടിച്ചു കെട്ടാൻ സാധിക്കുന്നില്ല. എന്തായാലും വിദേശകാര്യ വിദഗ്ധൻ നമ്മളോടൊപ്പം ഉണ്ട്. ഈ പശ്ചിമേഷ്യയിലെ വിവരങ്ങളുമായിട്ട് PJ വിൻസെന്റ്, നമസ്കാരം. നമസ്കാരം. ഇപ്പൊ പശ്ചിമേഷ്യ ആകെ ഭീതിയിലാണ്. യുദ്ധം ആർക്കും തന്നെ പിടിച്ചു കെട്ടാൻ സാധിക്കുന്നില്ല. UAE-യിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു. ആദ്യം കുവൈറ്റും അതുപോലെ തന്നെ ബഹ്റിനുമായിരുന്നു. ഇപ്പോൾ ഖത്തർ വരുന്നു. ജോർദാൻ, UAE-യിലേക്കും ആക്രമണങ്ങൾ തുടരുകയാണ് ഇറാൻ. അതിനോടൊപ്പം തന്നെ റഷ്യയിൽ നിന്ന് ഒരു രഹസ്യ യുദ്ധവിമാനം വരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു നീക്കങ്ങളാണ് ഇപ്പോൾ യുദ്ധത്തിൽ നടക്കുന്നത്. ഇത് പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ യുദ്ധം പോകുന്നത്. എങ്ങോട്ടാണ് ഈ ഒരു യുദ്ധത്തിന്റെ പോക്ക്? ഈ യുദ്ധത്തിന്റെ പോക്കൊരു റീജിയണൽ എസ്കലേഷൻ ഉള്ള എല്ലാവിധ സാധ്യതകളും ഇപ്പോഴും ഉണ്ട്. പ്രാദേശിക വ്യാപനം ഏറെക്കുറെ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഇതിനു മുമ്പ് ഫെബ്രുവരി 28-ന് ആരംഭിച്ച സംഘർഷത്തിൽ അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കുകയും ഇറാൻ അമേരിക്കയുടെ സഖ്യകക്ഷികളെയും ഗൾഫിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളെയും നിരന്തരമായി ആക്രമിക്കുന്നു എന്നുള്ളതായിരുന്നു ആ യുദ്ധത്തിന്റെ ഒരു രീതി. ഇപ്പോൾ പുതിയ സംഘർഷം ആരംഭിച്ചപ്പോൾ അമേരിക്കയും ഇസ്രായേലും അല്ലാത്ത ചില രാജ്യങ്ങൾ ഇറാനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ ബോംബിട്ടതായി സൂചന ലഭിക്കുന്നുണ്ട്. അത് UAE ആണ് എന്ന് ഇറാൻ ആരോപിക്കുകയും അതുകൊണ്ട് UAE-യിലേക്ക് കൂടി ആക്രമണം കടുപ്പിക്കുകയും ചെയ്തു. ഇത് കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, UAE എന്നീ രാജ്യങ്ങൾ മാത്രമല്ല, വളരെ അടുത്ത സൗഹൃദം പുലർത്തുകയും തുടക്കത്തിൽ സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിച്ച ഒമാനിലെ ദൂഖം തുറമുഖം അടക്കം ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട്. അതോടൊപ്പം കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്, അതിലൂടെ ഓടുന്ന കൊമേഴ്ഷ്യൽ കപ്പലുകൾ, വ്യാപാര കപ്പലുകൾ വ്യാപകമായി ഇരുപക്ഷവും ആക്രമിക്കുന്നു എന്നുള്ള അവസ്ഥയുണ്ട്. സൈപ്രസ് ഫ്ലാഗുള്ള ഒരു ചരക്ക് കപ്പൽ ആക്രമിക്കുകയും അതിലൊരു ഇന്ത്യക്കാരൻ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള നിരവധി ചരക്ക് കപ്പലുകൾ ഇറാന്റെ ആക്രമണത്തിനും അമേരിക്കയുടെ ആക്രമണത്തിനും വിധേയമാകുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടെ ട്രംപ് ഹോർമൂസിന്റെ സംരക്ഷകൻ, ദ പ്രൊട്ടക്ടർ ഏഞ്ചൽ ഓഫ് ഹോർമൂസ് ആണ് താൻ എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ഹോർമൂസ് കടലിടുക്കിന്റെ സംരക്ഷണം അമേരിക്ക ഏറ്റെടുത്തിരിക്കുന്നു എന്ന പ്രഖ്യാപനം വന്നു. ഉടൻ തന്നെ അത് ഹോർമൂസ് കടലിടുക്കിന് മേലെയുള്ള നിയന്ത്രണം ഒരു കാരണവശാലും ഇറാൻ വിട്ടുകൊടുക്കില്ല, അത് മറ്റൊരു രാജ്യത്തിന്റെ നിയന്ത്രണം അംഗീകരിക്കില്ല എന്ന് IRGCയുടെ സ്റ്റേറ്റ്മെന്റ് വന്നു. അപ്പോൾ യുദ്ധം ഒരു റീജിയണൽ എസ്കലേഷനിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അമേരിക്കൻ ആക്രമണത്തിനോടുള്ള മറുപടിയായി ഖത്തറിലെ അൽ ഉദൈദ് സൈനിക താവളം അടക്കമുള്ള ആ മേഖലയിലെ നിരവധി സൈനിക കേന്ദ്രങ്ങളെയും നാവിക കേന്ദ്രങ്ങളെയും ഇറാൻ ആക്രമിക്കുകയുണ്ടായി. അതേസമയം ഈ ഗൾഫ് രാജ്യങ്ങളൊന്നും തന്നെ സ്വന്തം നിലയ്ക്ക് ഇറാനിലേക്ക് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല നാളിതുവരെ. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു. UAE ആക്രമണം തുടങ്ങി. ഒരു പക്ഷേ മറ്റ് ഗൾഫ് രാജ്യങ്ങളും സൗദി അറേബ്യയും അടക്കം യുദ്ധമുഖത്തിൽ അണിനിരന്നാൽ അത്ഭുതപ്പെടാനില്ല. മാത്രവുമല്ല, നാറ്റോയുടെ ഉച്ചകോടി തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാറയിൽ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അവിടെ വെച്ചുണ്ടായ ചർച്ചകളുടെ ഭാഗമായി ഇതിനു മുമ്പ് ഉണ്ടാകാത്ത വിധം നാറ്റോ രാജ്യങ്ങളുടെ പിന്തുണ കൂടി അമേരിക്കയ്ക്ക് കിട്ടുന്നു എന്ന സാഹചര്യമുണ്ട് എന്നാണ് നിരീക്ഷകർ വ്യക്തമാക്കിയിട്ടുള്ളത്. യൂറോപ്യൻ യൂണിയൻ എന്ന നിലയ്ക്ക് രാഷ്ട്രീയമായും നാറ്റോ എന്ന നിലയ്ക്ക് സൈനിക സഖ്യം എന്ന നിലയിലും അമേരിക്കയ്ക്ക് ശക്തമായ പിന്തുണ ഇതുവരെ ലഭിച്ചിരുന്നില്ല. എന്തിനേറെ, എല്ലാ സംഘർഷങ്ങളിലും അമേരിക്കയോടൊപ്പം നിൽക്കുന്ന ബ്രിട്ടൻ പോലും ഇറാൻ ആക്രമണത്തിൽ അമേരിക്കയെ പിന്തുണച്ചില്ല. പക്ഷേ ഈ നാറ്റോ ഉച്ചകോടിക്ക് ശേഷം സ്ഥിതി മാറി. തുർക്കി പോലും അമേരിക്കയ്ക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന സൂചന അടക്കം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ മേഖലയിലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലും ശാക്തിക ബലാബലത്തിലും മാറ്റം വന്നതാണ് ഒരു ഓൾ ഔട്ട് വാർ
നടത്തി മറ്റൊരു ശക്തമായ സൈനിക നീക്കം കൂടി നടത്തി ഇറാനിലെ ഭരണകൂടത്തെ തകർത്തേക്കാം എന്ന തീരുമാനത്തിലേക്ക് അമേരിക്ക എത്തിച്ചത് എന്നാണ് നമുക്കിപ്പോൾ നിരീക്ഷിക്കാൻ സാധിക്കുക. ചൈനയുടെയും റഷ്യയുടെയും പിന്തുണ ഇറാന് നേരത്തെയും കിട്ടിക്കൊണ്ടിരുന്നതാണ്. തന്ത്രപരമായ പിന്തുണ കിട്ടിയെന്ന് മാത്രമല്ല, യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിലിൽ ഇറാനെതിരായ പ്രമേയത്തെ ചൈനയും റഷ്യയും ചേർന്ന് വീറ്റോ ചെയ്യുക പോലും ഉണ്ടായി. അതേസമയം സൈനികമായി എത്രമാത്രം റഷ്യക്ക് ഇറാനെ ഇപ്പോൾ സഹായിക്കാൻ കഴിയും എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. തന്ത്രപരമായ വിവരങ്ങൾ കൃത്യതയോടുകൂടി ഇറാന് ലഭ്യമാക്കാനായിട്ട് റഷ്യക്ക് കഴിയും. അതേസമയം ആയുധം നൽകിയോ നേരിട്ട് യുദ്ധത്തിൽ ഇറാന് അനുകൂലമായി പങ്കെടുക്കുവാനോ ഉള്ള ഒരു സാഹചര്യം റഷ്യക്കുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ റഷ്യ തയ്യാറാകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. ഈ ഒരു യുദ്ധം കടുക്കുമ്പോഴും മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങളിലെയും രാഷ്ട്രീയം കൂടി നോക്കണം. കാരണം നവംബറിൽ അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് വരുന്നു, ഇപ്പോൾ ഇസ്രയേൽ അടിയന്തര തെരഞ്ഞെടുപ്പിന് നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി വരുകയാണ്. അപ്പോൾ ഇതും ഈ നേതാക്കൾക്ക് വലിയ വെല്ലുവിളിയാകില്ല. കാരണം ട്രംപിനെ അനുകൂലിക്കുന്ന ആളുകൾ കുറയുന്നു, സെനറ്റ് അംഗങ്ങളൊക്കെ തിരിച്ചടി നൽകുന്നു. അതോടൊപ്പം തന്നെ ഇസ്രയേലിൽ വലിയ ജനരോഷം ഉണ്ടാകുന്നു. ജനങ്ങൾ നെതന്യാഹുവിന് അല്ലെങ്കിൽ അധികാരത്തിൽ വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ അറിയിക്കുന്നുണ്ട്. അപ്പം ഈ യുദ്ധം വീണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഈ കസേര തെറിക്കുമെന്നുള്ള കാര്യത്തിലും ഒരു കാര്യങ്ങൾ നടക്കില്ലേ? തീർച്ചയായിട്ടും അത് താങ്കളുടെ നിരീക്ഷണം വളരെ ശരിയാണ്. അമേരിക്കയിൽ ഈ മിഡ് ടൈം ഇലക്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഇലക്ഷനാണ്. ആ ഇലക്ഷനിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല എങ്കിൽ പിന്നെ ട്രംപിന്റെ പ്രസിഡൻസി കൊണ്ട് ഇതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യാൻ പോലും സാധിക്കും. അത് ഇതുവരെ എടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ നടപടിയുടെ അടിസ്ഥാനത്തിൽ അത് വളരെ ക്രൂഷ്യലാണ്. അവിടെയാണ് ഇറാനെതിരെ ഒരു യുദ്ധവിജയം ട്രംപിന് അനിവാര്യമായി മാറിയിരിക്കുന്നത്. ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. പക്ഷെ അവിടെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല കാര്യങ്ങൾ. നെതന്യാഹുവിനെതിരായിട്ടുള്ള വികാരം ഉണ്ട് എന്നുള്ളത് സംശയമില്ല. കാരണം 10-20 വർഷമായിട്ട് അയാളവിടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം കാലം തുടർച്ചയായി പ്രധാനമന്ത്രി പദത്തിലിരുന്നയാളാണ്. അതുകൊണ്ട് നെതന്യാഹുവിനെതിരായിട്ടുള്ള വികാരം വളരെ ശക്തമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിനർത്ഥം ഒരു ലിബറൽ റൈറ്റ് പൊളിറ്റിക്സിന് ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ മേൽക്കൈ ഉണ്ട് എന്നല്ല. അതിതീവ്ര സയനിസ്റ്റുകളാണ് ഇസ്രായേലിൽ ഇപ്പോൾ പിടിമുറുക്കിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ അവിടുത്തെ സ്മോട്രിച്ചിന്റെ പാർട്ടി, അതുപോലെ ഇതൊക്കെ തീവ്ര സയനിസ്റ്റ് നിലപാടെടുക്കുന്ന പാർട്ടിയാണ്. റിലീജിയസ് സയനിസ്റ്റ് പാർട്ടി, അവിടെ ഓർത്തഡോക്സ് പാർട്ടി, ഇത്തരം അതിതീവ്ര ജൂത മതമൗലികവാദവും ജൂത രാഷ്ട്രീയവും ഒക്കെ മുന്നോട്ട് വെക്കുന്ന കക്ഷികൾ ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ കൂടുതൽ ശക്തമായി വരുന്നു. അവിടെ പലപ്പോഴും ഒരു ലിബറൽ സെൻട്രൽ ലെഫ്റ്റ് പൊസിഷനൊക്കെ എടുത്തിരുന്ന അവിടുത്തെ ലേബർ പാർട്ടിയും ഇസ്രദൂത്ത് എന്ന് പറയുന്ന ലേബർ സയനിസ്റ്റുകളും അതുപോലെ കൺസർവേറ്റീവ് പാർട്ടിയായ ലിക്വിഡ് പാർട്ടിയും ഒക്കെയാണ് അവിടെ ഒരു നിർണായക ശക്തിയായി നിലനിന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ സ്ഥിതി മാറി. ഇപ്പോഴും ഏറ്റവും വലിയ പാർട്ടി ലിക്വിഡ് പാർട്ടിയാണ്. പക്ഷേ തീവ്ര സയനിസ്റ്റുകൾക്ക് ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് നെതന്യാഹു പോയാലും പകരം വരുന്നത് ഒരിക്കലും ഒരു ലിബറൽ ആയിരിക്കില്ല, മറിച്ച് അതിതീവ്ര സയനിസ്റ്റ് നിലപാടെടുക്കുന്ന ആളായിരിക്കും. ഒരുപക്ഷെ ഏരിയൽ ഷാറോണിനെ പോലെയുള്ള പുതിയ അവതാരങ്ങൾ ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ വളർന്നു വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല. അപ്പം ഇത്തരം ഘടകങ്ങളോടൊപ്പം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇറാനിലെ രാഷ്ട്രീയത്തിലും പ്രകടമായ ചില മാറ്റങ്ങൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ 12 ദിന യുദ്ധത്തിന് ശേഷം ഇറാനിൽ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക കുഴപ്പങ്ങളും ജനകീയമായ ഉയർപ്പും താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. അതേസമയം ഈ ആക്രമണം തുടങ്ങിയതിനു ശേഷം ഒരു നേഷൻ സ്റ്റേറ്റ് എന്ന നിലയിൽ ഇറാൻ കൂടുതൽ ഐക്യപ്പെടുകയും ഭരണകൂടത്തിന് പിന്നിൽ അണിനിരക്കുകയും ചെയ്തു. എന്നാൽ സമീപകാലത്ത് പ്രത്യേകിച്ച് ഈ കുർദിഷ് മേഖലയിൽ IRGCയും കുർദിഷ് പോരാളികളായ പെഷ്മാർഗയും തമ്മിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ഇതിനകം 11 ആളുകൾ കൊല ചെയ്യപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്. അതോടൊപ്പം സുന്നി ഭൂരിപക്ഷ മേഖലയായ സിസ്താൻ എന്ന പ്രോവിൻസ്, അത് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രോവിൻസിന്റെ തുടർച്ചയായി കിടക്കുന്ന ഇറാനിലെ ഭാഗമാണ് സിസ്താൻ. ആ മേഖലയിൽ സുന്നി മുസ്ലിമുകളാണ് ഭൂരിപക്ഷം. ആ മേഖലയിലും ഈ സംഘർഷങ്ങൾ രൂപപ്പെട്ടു വരുന്നുണ്ട്. അപ്പൊ ആഭ്യന്തരമായി
വിവിധ വംശീയ വിഭാഗങ്ങൾക്കിടയിലുള്ള അസംതൃപ്തി, അതുപോലെ മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ഷിയ വിഭാഗമല്ലാത്ത മുസ്ലിമുകൾ ഉണ്ട്. അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന വ്യാപകമായ അസംതൃപ്തി, ഇതോടൊപ്പമാണ് സാമ്പത്തിക ഞെരുക്കവും കുഴപ്പങ്ങളും സൃഷ്ടിക്കുന്ന ആഭ്യന്തര തകർച്ചയും. ഇതെല്ലാം കൂടെ ചേർന്ന് ഇറാനും ഇപ്പോൾ നിർണായകമായ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. ഏതായാലും ഈ സംഘർഷം ഇനി കൂടുതൽ മുന്നോട്ട് പോകുന്നത് അപകടകരമായ അവസ്ഥയിലേക്ക് ലോകത്തെ കൊണ്ടുചെന്നെത്തിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഒരു ചെറിയ എഡ്ജ് ഈ രണ്ടാമത്തെ യുദ്ധത്തിന്റെ ഘട്ടത്തിൽ ട്രംപിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ ഹോർമൂസ് കടലിടുക്ക് ഇന്റർനാഷണലൈസ് ചെയ്യണം, അത് അന്താരാഷ്ട്ര സമുദ്രപാതയായി എല്ലാ രാജ്യങ്ങൾക്കും ആക്സസ് ഉള്ള അന്താരാഷ്ട്ര സമുദ്രപാതയായി നിലനിർത്തണം. അത് ഇറാന്റെ സ്വകാര്യ നിയന്ത്രണത്തിലേക്ക് പോകരുത് എന്ന കാര്യത്തിൽ ഒരു ഇന്റർനാഷണൽ കൺസെൻസസ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഹോർമുസ് ഇടുക്കിലുള്ള ഹോർമുസ് കപ്പൽപാതയിലുള്ള നിയന്ത്രണമല്ലാതെ അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ടിനെതിരെ അവർക്ക് പോരാടാൻ മറ്റ് ആയുധങ്ങളും അവരുടെ കയ്യിലില്ല. അതേസമയം ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ ഒക്കെ ഈ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്ന കാര്യത്തിൽ ട്രംപിന്റെ നിലപാടിലേക്ക് വന്നിട്ടുണ്ട്. അതിനർത്ഥം ട്രംപിന്റെ വാർ എഫേർട്സിനെ, യുദ്ധത്തെ അവർ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല. പക്ഷേ കഴിഞ്ഞ ജൂൺ 7 മെമ്മോറം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടായല്ലോ. അതിനു മുമ്പ് ഫെബ്രുവരി 28 മുതൽ ജൂൺ 7 വരെ ഉണ്ടായ സംഘർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ പാശ്ചാത്യ ബ്ലോക്കിൽ നിന്ന് കൂടുതൽ പിന്തുണ ഇപ്പോൾ ട്രംപിന് ലഭിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഗൾഫിലെ ഏറെക്കുറെ എല്ലാ രാജ്യങ്ങളിലേക്കും യുദ്ധം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അതുകൊണ്ട് റീജിയണൽ എസ്കലേഷൻ എന്നത് ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് അടച്ചപ്പോൾ തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കൂടി, ക്രൂഡ് ഓയിലിന്റെ വില കൂടി, പ്രകൃതിവാതകത്തിന്റെ വില കൂടി. അങ്ങനെ ആഗോള സമ്പദ്ഘടന വീണ്ടും ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നു. യുദ്ധമാകട്ടെ കൂടുതൽ വിപുലമായ മേഖലയിലേക്ക് വളരുന്നതിന്റെ സൂചനയും ലഭിക്കുന്നു. തെക്കൻ ഇറാൻ പൂർണ്ണമാന്റെ പ്രധാനപ്പെട്ട മേഖലകളെല്ലാം അമേരിക്കൻ ആക്രമണത്തിന് വിധേയമായി. 160-ലധികം കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്തു. അതിൽ തന്നെ ബന്ദർ അബ്ബാസ് വലിയ രൂപത്തിലുള്ള ആക്രമണത്തിന് വിധേയമായി. കാർഗ് ഐലൻഡ് ഒരുപക്ഷെ അമേരിക്ക പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇറാനിലെ ആദ്യത്തെ ആണവ നിലയം സ്ഥാപിച്ച ബുഷ്കർ നഗരത്തിൽ ആക്രമണമുണ്ടായി. അപ്പൊ അങ്ങനെ ഇറാനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെല്ലാം തുടർച്ചയായി അമേരിക്കയുടെ ബോംബാക്രമണത്തിന് വിധേയമാകുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേൽ ഇപ്പോഴും ഈ യുദ്ധത്തിൽ രണ്ടാമത്തെ വരവിൽ തുടങ്ങിയിട്ടില്ല എന്നും കൂടെ കാണണം. ഇസ്രായേൽ കൂടി ഒരുപക്ഷെ യുദ്ധത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇത് വലിയ മാനങ്ങളിലേക്ക് വളരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു ക്രോസ് റോഡിൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നു എന്നത് വളരെ സംഘർഷാത്മകമായ ഒരു സാഹചര്യമാണ്. എന്തായാലും ഈ വിദേശ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ വാർത്തകളുമായിട്ട് PJ വിൻസെന്റ് ആണ് നമ്മളോട് ചേർന്നത്. അതിരൂക്ഷമായിട്ട് തന്നെ യുദ്ധം തുടരുകയാണ്. എന്തായാലും തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾ കൂടി അവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ തിരിച്ചടിയാകും എന്ന രീതിയിൽ തന്നെയാണ്.